ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് മൺകാട് ലെവലിങ്, അങ്ങനെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ്, ഒരു സൈഡ് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ പുതിയ ലൈനറാണ് കിടക്കുന്നത്, പക്ഷേ കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുക. അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിത് ഈ ഹബിനകത്ത് ചില ഭാഗങ്ങൾ, ബ്രേക്ക് ലൈനറിൻ്റെ ഈ ഭാഗമൊന്നും ഹബിനകത്ത് പിടിക്കണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചതയണ പോലൊരു ഫീല് കാണിക്കും. അത് ഈ ബ്രേക്ക് ലൈനറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ആ ബ്രേക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ലൈനർ മാറ്റിയിട്ടാൽ തന്നെയാണ് നമുക്കത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ബാക്കിലത്തെ ഗിയർ ട്രാൻസ്മിഷൻ്റെ ഭാഗം, ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓയിൽ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ സൈഡിൽ ഓയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, അത്യാവശ്യം ചെളിയും പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൈയോടെ അഴിച്ച് മാറ്റി ആ ഓയിൽസീലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത സർവീസ് വരെ ചിലപ്പോൾ നിന്നൊന്നും വരില്ല. അതിക്ക് മുമ്പ് കൂടുതലായിട്ട് ലീക്കേജ് വന്ന് വീണ്ടും നമ്മൾ വണ്ടി വർക്കിന് കയറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും. അപ്പോൾ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ നമുക്കത് ചെയ്തു പോവാം. അത് കംപ്ലൈൻ്റായിട്ട് പറഞ്ഞിട്ടില്ല, നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ അറിയിച്ചെന്ന് മാത്രം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതിപ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്ററല്ല. അത് തന്നെയായാലും നല്ല രീതിയിൽ ബ്ലോക്കായി പോയേക്കാണ്, നല്ലോണം പൊടി പിടിച്ചിട്ട് ബ്ലോക്കായേക്കാണ്. എയർ ഫിൽറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 10,000 കിലോമീറ്ററാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മളൊരു പുതിയ ഫിൽറ്റർ ഇട്ട അടുത്ത 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റി കളയണം നമ്മൾ. അതാണ് ശരിക്കും അതിൻ്റെ നല്ലൊരു ലൈഫ് എന്ന് പറയാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ ചെറുതായിട്ട് ഒഴിയണമുണ്ട്. അപ്പോൾ ആ ഓയിൽ സീൽ കൈയോടെ മാറ്റിയിടാം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന ഒരു യൂണിറ്റാണത്. നിലവിൽ അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൻഡെക്സ് വർക്ക് ചെയ്യുമ്പോഴും വേറെ കംപ്ലൈൻറ്റുകളായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ CVT ക്ലച്ചിൻ്റെ മെയിനായിട്ട് വന്ന പാർട്ടാണ് ഈ ബാക്കിലത്തെ ഈ വന്ന പീസ്. അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിനകത്ത് ഈ ക്ലച്ച് വെയിറ്റ് യൂണിറ്റ് ഇവിടെ ഡാമേജിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് നോക്കുമ്പോൾ ഇതുമ്മ ലൈനർ പീസ് ഉണ്ട്, ഒരെണ്ണം അതുമേന്ന് പൊളിഞ്ഞു പോയേക്കാണ്. അങ്ങനെ പൊളിഞ്ഞു പോകുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ മെറ്റൽ ചെന്ന് നേരിട്ട് ഡ്രമ്മിൽ ടച്ചോ, അതാണ് ഇവിടെ ഈ ഉരഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അത് കൈയോടെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഹബിനകത്ത്, ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഔട്ടർ യൂണിറ്റാണത്, ആ ഔട്ടറിനകത്ത് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസും വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുമല്ല നമുക്ക് ഇത് പോളിഷ് ചെയ്ത് കയറ്റാം, അതല്ലെങ്കിൽ മാറ്റിയിടാം. കാരണം ഒരു പ്രാവശ്യമൊക്കെയാണ് പോളിഷ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പോളിഷ് ചെയ്ത് കയറ്റിയാലും മതി, പക്ഷേ ഈ വെയിറ്റ് സെറ്റ് യൂണിറ്റ് എന്തെങ്കിലും മാറണം. കാരണം എന്ന് വെച്ചാൽ ഈ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ രണ്ടെണ്ണത്തുമ്മേയും കറക്റ്റ് അതിൻ്റെ വെയിറ്റ് ഉണ്ട്, അതിൻ്റെ ലൈനർ പീസ് ഉണ്ട്, ഇതുമ്മേ ഇല്ല, അത് പൊളിഞ്ഞു പോയേക്കാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനും ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റും കമ്പനി ബെൽറ്റൊന്നും അല്ല, ബാൻഡോ എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ്, പക്ഷെ എന്നാൽ പോലും ഒറിജിനലല്ല. ബെൽറ്റിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഞാൻ അതിൻ്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് കിടന്നപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ അതിൻ്റെ കിക്കറിൻ്റെ ഈ കവറൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് കാർബറേറ്ററും കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കാർബറേറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള കുഴപ്പം. കാരണം ഞാൻ കറക്റ്റായിട്ട് ഫിൽറ്ററിങ് നടക്കുക പൊടിയൊക്കെയാണ് ഈ വന്നിരിക്കുക. അത് അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അതിൻ്റെ ജെറ്റുകളൊക്കെ ബ്ലോക്കാവും, അത് മേജർ ഒരു കംപ്ലയിൻറ്റിലേക്ക് വണ്ടീനെ കൊണ്ടുപോകും. അതാണ് മെയിനായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരമാവധി എയർ ഫിൽറ്റർ ഐറ്റംസൊക്കെയും ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണങ്ങൾ. കാരണം താൽക്കാലികമായിട്ടുള്ളൊരു എന്താ പറയുക, താൽക്കാലികമായിട്ടുള്ളൊരു ലാഭം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ദൂരവ്യാപകമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന സംഭവമാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകൾ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഓവർഫ്ലോ നീഡിൽ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. കാർബറേറ്ററിൻ്റെ ഉള്ളിലെ ആ സീറ്റിങ്ങിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് കാർബറേറ്ററിനകത്ത്. അത് നമ്മളൊരു ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കയറ്റാം. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഓവർഫ്ലോ വരാനൊക്കെ ആയിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ്. അതൊക്കെ കുറേ നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റുകളും ഉണ്ട്. കൂട്ടത്തിൽ കൂടെ ഈ പൊടി കയറിയൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അത് ചെറിയൊരു അരം പോലെ വരും, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അതും കാണിക്കും കേട്ടോ. ഇനി സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്, അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ട്യൂണിങ്ങൊക്കെ ചെയ്ത് അത്യാവശ്യം മൈലേജിൻ്റെ കേസൊക്കെ ക്ലിയറായിട്ട് വരും. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഫോർക്ക് ബെൻഡാണ് ശരിക്കും. കാരണം വണ്ടി ഇടിച്ചിട്ടുണ്ട്, ഫോർക്ക് ബെൻഡായിട്ടുണ്ട്. തൽക്കാലം നമുക്ക് അതിൻ്റെ ഈ ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. ഒന്നുമല്ല നമുക്കത് ഫോർക്ക് അഴിച്ചു കഴിഞ്ഞാൽ ലെവൽ ചെയ്ത് കയറ്റേണ്ടി വരും, അതല്ലെങ്കിൽ മാറ്റി കയറ്റേണ്ടി വരും. മാറ്റി കയറ്റാനാണ് ബെറ്റർ. ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് താമസം വന്ന പരിപാടിയാണ്.
പിന്നെ ഈ ഫ്രണ്ടിലത്തെ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. കുഷൻ അസംബ്ലിയുടെ ആയാലും എല്ലാം ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാനുണ്ട്. സ്പീഡോമീറ്റർ കേബിൾ വർക്കിംഗ് അല്ലാതെ കേബിളിൻ്റെയാണ് കംപ്ലയിൻറ്റ്. കേബിളും ആ വീലിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗൺ പിൻ സെറ്റ് മാറ്റിയാലാണ് സ്പീഡോമീറ്റർ വർക്കിംഗ് ആക്കാനായിട്ട് പറ്റുള്ളൂ. മീറ്ററിൻ്റെ പെർഫോമൻസ് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അത് ചെയ്യുള്ളൂ എന്തെങ്കിലും. പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ കേബിൾ എന്ന് പറയുമ്പോൾ 3 ബ്രേക്ക് കേബിൾ കംപ്ലൈൻ്റ് ആണ്. ഫ്രണ്ടിലേക്ക് തന്നെ 2 കേബിളുണ്ട്. അതിവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ഫ്രീ പ്ലേ ഇല്ലാതെ കൊണ്ട് ഔട്ടർ വലിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അത് 2 ബ്രേക്ക് കേബിൾ, ഫ്രണ്ടിലത്തെ 2 ബ്രേക്ക് കേബിൾ മാറ്റിയിടണം. അതേപോലെ തന്നെയാണ് ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിളും, അതും ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാറ്റുകയാണെങ്കിൽ 3 കൂടി മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ്. ടയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കട്ടയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഹാൻഡിൽമപ്പെടുത്തും കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യും. തന്നെയല്ല ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിനും ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്താൽ തന്നെയാണ് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ടൊരു സ്മൂത്ത് ഉണ്ടാവുള്ളൂ. എങ്ങനെ ചെയ്താലും നമുക്ക് ആ ഹാൻഡിൽ ഫോർക്ക് ബെൻഡ് ഉള്ളത് കൊണ്ട് ചെറിയൊരു ടൈറ്റ് ഹാൻഡിൽ എന്തെങ്കിലും കാണിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറും ഏകദേശം അറ്റപ്പറ്റേ ആയിട്ടുണ്ട്. ഒരു നിസ്സാരം കൂടിയാണ് തീരാനുള്ളൂ. പിന്നെ അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ബൾബുകൾ തെളിയുന്നില്ല, മാറ്റേണ്ടതായിട്ടുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ബാറ്ററി പുതിയ ബാറ്ററി ഇതിരിക്കണേ 2024 മോഡലാണ്. അപ്പോൾ ബാറ്ററി വേറെ പ്രോബ്ലമൊന്നുമില്ല, പുത്തൻ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർക്ക് പ്ലഗ് കൂട്ടത്തിൽ മാറ്റുന്ന ദിവസം പറഞ്ഞത് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റിപ്പോണ്ടാണ്. പക്ഷേ ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ പ്രശ്നം തോന്നണില്ല, വലിയ പഴക്കമില്ലാന്ന് തോന്നുന്നു കാഴ്ചയിൽ തന്നെ. അപ്പോൾ തൽക്കാലം ഇത് ക്ലീൻ ചെയ്തിടാം. എയർ ഫിൽറ്റർ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് ഇടണം കേട്ടോ. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ, എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണ്. അത് ഫോം ടൈപ്പാണ്, സ്പോഞ്ച് പോലത്തെ, അതും പൊടിഞ്ഞു പോയേക്കാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടാം. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണ ദിവസം പറഞ്ഞായിരുന്നേ, നമ്മളത് നോക്കുന്ന സമയത്ത് നല്ല ഓയിലാണ് വണ്ടിക്കകത്തുള്ളത്. അപ്പോൾ തൽക്കാലം കിലോമീറ്റർ 3000 ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. കാരണം ഇത് കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് പോകുന്ന വണ്ടിയാണെങ്കിൽ നമ്മളിപ്പോൾ കളർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കളറിൽ കാര്യമായിട്ടുള്ള വേരിയേഷൻ കാണിക്കില്ല. തീരെ മോശമായിട്ട് ഓടുന്ന വണ്ടികളിലാണ് കളറൊക്കെ ഒരുപാട് ബ്ലാക്കിലേക്ക് പോകും. അപ്പോൾ വണ്ടിയുടെ മെയിൻ്റനൻസും ഓയിൽ ചേഞ്ചോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ 3000 കിലോമീറ്റർ ഓടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ലെവല് ഉണ്ട്, കളറും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം തോന്നണില്ല. പിന്നെ അതുകൂടാതെ തന്നെ ഫ്രണ്ട് മൺകാട് ലെവൽ ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ തന്നെ നിർത്തി ചെയ്യുന്ന കേസാണ് പറഞ്ഞേക്കണേ. എത്രത്തോളം പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ ഈ രീതിയിൽ അഴിച്ചിട്ടാണ് അടിക്കണത്. തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. കാരണം അത് ഈ സൈഡൊക്കെ വെൽഡ് ചെയ്തൊക്കെ വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലേക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഈ പറഞ്ഞിരിക്കുന്ന ഡാമേജുള്ള പാർട്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം. അതേപോലെ തന്നെ ഈ ഗിയർ ബോക്സ് ലീക്കിൻ്റെ കേസ് ഉണ്ട്. അത് നമ്മൾ ഈ പറയുന്ന എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്.